തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷം. കണ്ണൂർ പാറാട് നടുറോഡിൽ ഏറ്റുമുട്ടിയ CPIM ലീഗ് പ്രവർത്തകർ പരസ്പരം സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. തിരുവനന്തപുരം, കോഴിക്കോട്, വയനാട്, എറണാകുളം ജില്ലകളിലും സംഘർഷമുണ്ടായി. കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തെരഞ്ഞെടുപ്പ് ദിവസം തുടങ്ങിയ ആക്രമണത്തിന് അറുതി വന്നിട്ടില്ല. പാനൂർ, പാറാട് CPIM മുസ്ലിം ലീഗ് പ്രവർത്തകർ നടുറോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. സ്ഫോടക വസ്തു എറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ 50ഓളം CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി 44-ാം വാർഡിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPIM പ്രവർത്തകർ ആക്രമിച്ചു. UDF സ്ഥാനാർത്ഥിയായിരുന്ന PK സുരേഷിന്റെ കാനായിലെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. BJP പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വിജേഷ് KVയുടെ വീട്ടിൽ റീത്ത് വെച്ചു. രാമന്തളിയിൽ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് കേടുപാട് വരുത്തിയെന്നും പരാതി ഉയർന്നു. കിളിമാനൂരിലുണ്ടായ സംഘർഷത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ചേമഞ്ചേരിയിൽ സേവാകേന്ദ്രം തകർത്തു. സേവാകേന്ദ്രം നിൽക്കുന്ന 7-ാം വാർഡിൽ CPIM പരാജയപ്പെട്ടതിന്റെ തുടർച്ചയാണ് ആക്രമണമെന്ന് BJP ആരോപിച്ചു. വയനാട് മുള്ളൻകൊല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. മാടപ്പള്ളിക്കുന്ന് 9-ാം വാർഡിൽ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും ഏറ്റുമുട്ടി. സുരഭിക്കവലയിലും പട്ടാണിക്കൂപ്പിലും പാടിച്ചിറയിലും സംഘർഷമുണ്ടായി. തിരുനെല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ CPIM പ്രവർത്തകർ വർഗീയ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ച് CPIM പ്രവർത്തകന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ 2 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. എറണാകുളം കളമശ്ശേരിയിൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.